പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ യോഗം ചേരുകയാണ്. ആഭ്യന്തര പ്രതിരോധ മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായിട്ട്. വിഷ്ണു, ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ലഭ്യതയൊക്കെ കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നാളെ മുതൽ അതൊക്കെ വിപണിയിലേക്ക് എത്തും, പ്രതിസന്ധികളില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി സംസാരിച്ചിരുന്ന കാര്യവും കൂടി വന്നല്ലോ. അതിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുന്നുണ്ടോ? ഏതെങ്കിലും വിധത്തിലൊരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇന്ത്യ വഴിവെക്കുന്നുണ്ടോ? ഒപ്പം ഈ യോഗത്തിലെ പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ദിവിഷ്, നമുക്ക് ഇപ്പോൾ നിലനിൽക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഇന്ത്യയിലേക്കുള്ള ഈ പറയുന്ന ഗ്യാസ്, പെട്രോളിയം, അതോടൊപ്പം തന്നെ രാസവളം എന്നിവയുടെ സംഭരണം അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത എന്നതാണ്. ഇതിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ചരക്ക് നീക്കത്തെ സാരമായി യുദ്ധം ബാധിച്ചതും തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഇറാനുമായി പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ഉറപ്പുവരുത്തുന്നത് ഇന്ത്യൻ വെസലുകളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ചരക്കുകളുടെ സുഗമമായ ഒരു പാസേജ് ഒരുക്കുക എന്നത് തന്നെയാണ്. ഇത് കൂടാതെ മറ്റ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് കൂടുതൽ പെട്രോളിയം, ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനും ഏതെങ്കിലും ഒരു സാധനത്തിന് ലഭ്യതക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും വേണ്ടിയുള്ള നടപടികളാണ് സർക്കാർ തലത്തിൽ സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളുടെ ഇപ്പോഴത്തെ തൽസ്ഥിതി അറിയുന്നതിനും ആവശ്യമായ മറ്റു മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്നത് വിലയിരുത്തുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ വിവിധ മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗം ഡൽഹിയിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ആ യോഗത്തിൽ ആഭ്യന്തര പ്രതിരോധ മന്ത്രിമാരും ധനമന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ വിവിധ മന്ത്രാലയങ്ങളിലെ ഉന്നതതല ഉദ്യോഗസ്ഥരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റൊന്ന്, ദിവിഷ് സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് ഈ വസ്തുക്കളുടെ വിതരണം, അതോടൊപ്പം തന്നെ ഇത് കൃത്യമായി ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്തുക, ക്ഷാമം രാജ്യത്ത് എവിടെയും നേരിടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, ഇക്കാര്യങ്ങൾ കൂടി ഇന്നത്തെ ഈ ഉന്നതതല യോഗം വിലയിരുത്തുകയാണ്. ആവശ്യമെങ്കിൽ കൂടുതൽ രാജ്യങ്ങളുമായി ബന്ധപ്പെടാനും മേൽപ്പറഞ്ഞ സാധനങ്ങളുടെ സ്റ്റോക്ക് കുറവാണെങ്കിൽ അത് സംഭരിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇന്ന് നടക്കുന്ന ഈ യോഗത്തിന് ശേഷം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ആരംഭിക്കും. വിഷ്ണു, ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, 8931 ദിവസം ഒരു സർക്കാരിൻ്റെ തലവനായി പ്രധാനമന്ത്രി പിന്നിടുന്ന ദിവസം കൂടിയാണ്. അത് BJP സോഷ്യൽ മീഡിയയിലൊക്കെ കാര്യമായി ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടോ? നിലവിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒന്നും ഇല്ല. എന്നിരുന്നാൽ തന്നെയും ഗുജറാത്ത് മുഖ്യമന്ത്രിയായും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 3ാം ടേമിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി എല്ലാം തന്നെ അദ്ദേഹം ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ തലവൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഒരു വ്യക്തി എന്ന റെക്കോർഡിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത്. അതെന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുവരെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഒന്ന് തന്നെയാണ്. കാരണം തുടർച്ചയായി 3 തവണ ഒരു രാജ്യം ഭരിക്കാനുള്ള ഒരു പവറെല്ലാം കയ്യിൽ വരുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് ചെറുതല്ലാത്ത ആത്മവിശ്വാസം നൽകും. ഇത് തീർച്ചയായും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുക്കാനും കഴിയുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. എന്തായാലും BJP ഇത് സംബന്ധിച്ചുള്ള ക്യാമ്പയിനുകൾക്കെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ BJP നേതൃത്വത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെല്ലാം നമുക്കിപ്പോൾ ഈ പോസ്റ്റ് കാണാനും സാധിക്കുന്നുണ്ട്. ദിവിഷ്, ശരി. 2001 മുതൽ 2014 വരെ ഗുജറാത്തിൻ്റെ പ്രധാനമന്ത്രിയായി, 2014 മുതൽ ഇപ്പോൾ വരെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, അങ്ങനെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ തലവൻ എന്ന നിലയ്ക്കാണ് ഇത്രയും ദിവസങ്ങൾ 8931 ദിവസം പ്രധാനമന്ത്രി പിന്നിടുന്നത്. അത് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി BJP അത് പ്രചാരം നൽകുകയും ചെയ്യുന്നുണ്ട്.